നമസ്കാരം. കിലയിലെ താൽക്കാലിക ജീവനക്കാരുടെ പരാതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ അന്വേഷണം. നേതാവിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം അന്വേഷണം പ്രഖ്യാപിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം PR പ്രസാദ്, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉദയൻ എന്നിവരാണ് അന്വേഷണ കമ്മീഷൻ. പത്തനംതിട്ട ജില്ലയിൽ കിലയുടെ ചുമതലയുള്ള കടമ്പനാട്ട് നിന്നുള്ള നേതാവാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരിയോട് ഫോൺ മുഖേന അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്നും ഇതിൽ വഴങ്ങാതെ വന്നപ്പോൾ സ്ഥലം മാറ്റവും ഭീഷണിയും ഉണ്ടായി എന്നുമാണ് പരാതി. CPIയുടെ ജനപ്രതിനിധി നിയമിച്ച ജീവനക്കാരിയെയാണ് ഏരിയ കമ്മിറ്റി അംഗം ദുരുദ്ദേശത്തോടെ സമീപിച്ചത്. വാട്സ്ആപ്പ് മെസ്സേജുകൾ അതിരുകടന്നപ്പോൾ യുവതി എതിർത്തു. സ്ഥലം മാറ്റ ഉത്തരവ് അടിച്ച് കയ്യിൽ കൊടുത്തായിരുന്നു നേതാവിന്റെ പ്രതികാരം. എന്നാൽ CPI ജനപ്രതിനിധി ഇടപെട്ട് ഉത്തരവ് റദ്ദാക്കി. നേതാവിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളടക്കം പരാതിയുമായി യുവതി CPM ജില്ലാ സെക്രട്ടറിക്ക് നൽകി. അന്നത്തെ സെക്രട്ടറി KP ഉദയഭാനു സംഭവം അന്വേഷിക്കാൻ അടൂർ ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ഏരിയ സെക്രട്ടറിയുടെ സ്വന്തക്കാരനാണ് പ്രതി എന്നതിനാൽ അത് ചവിട്ടിവെച്ചു. ജില്ലാ സെക്രട്ടറി മാറിയതോടെ കഥ മാറി. വിഷയം ചർച്ചയായി. അങ്ങനെയാണ് അന്വേഷണ കമ്മീഷനായി PR പ്രസാദും അഡ്വക്കേറ്റ് ഉദയനും എത്തുന്നത്. ഇതിനുശേഷം ഈ പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് നെല്ലിമുട്ടിൽ പടിക്ക് സമീപം വെച്ച് വാഹനത്തിൽ വന്നവരുമായി ആരോപണ വിധേയനും സുഹൃത്തും വഴക്കും കയ്യാങ്കളിയും നടന്നത്. ഇതിന് വേറെ പരാതി പാർട്ടിക്ക് ലഭിച്ചു. ഈ സംഭവം അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം കർശന നിർദ്ദേശം നൽകിയതോടെ ഏരിയ സെക്രട്ടറി വെട്ടിലായി. ഒടുവിൽ ആരോപണ വിധേയന്റെ അടുത്ത സുഹൃത്തായ ഏരിയ കമ്മിറ്റി അംഗം റോയ് ഫിലിപ്പിനെയും അഡ്വക്കേറ്റ് ഉദയനെയും കമ്മീഷനായി നിയോഗിച്ചു. ഉദയഭാനു മാറി രാജു അബ്രഹാം ജില്ലാ സെക്രട്ടറി ആയതോടെ അടൂർ ലോബിക്ക് തിരിച്ചടിയാണ്. ഇവിടുത്തെ രണ്ട് നേതാക്കളുടെ ചൊൽപ്പടിക്ക് സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു ഉദയഭാനു. അതുകൊണ്ട് തന്നെ ഇവരായിരുന്നു പാർട്ടിയിൽ എന്തും നടപ്പാക്കിയിരുന്നത്. രാജു അബ്രഹാം ജില്ലാ സെക്രട്ടറി ആയതോടെ ഇവരുടെ അപ്രമാദിത്വം നിലച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചു. ഇതിന്മേൽ അന്വേഷണവും നടന്നു വരികയാണ്.